എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ഇതിന് ജയിക്കത്തില്ലെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ നാമം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉയർത്തപ്പെടുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നൂറ്റാണ്ടായി ഭാരത സുവിശേഷീകരണത്തിലും സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിലും അതിശക്തമായി പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ സയൻ അസംബ്ലിയുടെ പ്രവർത്തനങ്ങൾക്ക് 1925 തുടക്കം കുറിച്ച ശാലേംപുരി ചർച്ച് ഗ്രൗണ്ടിൽ ഈ 61ാമത് ജനറൽ കൺവെൻഷനായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന എല്ലാ അവസരങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബഹുമാനവും ആരാധനയും മഹത്വവും സർവശക്തനായ ദൈവത്തിന് അർപ്പിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഇൻ്റർനാഷണൽ സയൻ അസംബ്ലിയുടെ സൺഡേ സ്കൂൾ ജനറൽ ഡയറക്ടറായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ കെ.എൽ. സുബി അവർകൾ ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും തുടർന്നുള്ള മീറ്റിങ്ങുകളിലും സെക്ഷനുകളിൽ നമ്മോടൊരുമിച്ച് ആത്മീക ശുശ്രൂഷകളിൽ സഹകരിക്കുന്നതിനു വേണ്ടി കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ ഇൻ്റർനാഷണൽ സയൻ അസംബ്ലിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ സിംസൺ സുന്ദരരാജ് അവർകൾ, ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഫ്രിഡ്ജിരാജ് അവർകൾ, ഇന്ന് മുഖ്യ സന്ദേശത്തിനു വേണ്ടി ദൈവ നിയോഗത്താൽ പ്രാർത്ഥനയോടെ ഈ ദേശത്ത് ദൈവസഭയ്ക്ക് ദൈവദാസന്മാർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആലോചനയുമായി കർത്താവിനാൽ അയക്കപ്പെട്ടിരിക്കുന്ന, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, 20 വർഷത്തിൽ പരമായി ആത്മീക ബന്ധം സൂക്ഷിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ പി.കെ. യേശുദാസ് ജോസ് അവറുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ചേട്ടനും അനിയനും തമ്മിലുള്ള പേരിടയ്ക്ക് എപ്പോഴും മാറിപ്പോകാറുള്ളതാണ്. എല്ലാ വിധത്തിലും അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇൻ്റർനാഷണൽ സയൻ അസംബ്ലിയുടെ ഭരണസമിതി അംഗങ്ങൾ, സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ദൈവദാസന്മാർ, പ്രാദേശിക സഭകളിലെ കർത്തൃദാസന്മാർ, എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രവും ആരാധനകളും അർപ്പിക്കുകയാണ്. ഒരു കാര്യം ഇന്ന് രാത്രി നമുക്ക് ധൈര്യത്തോടെ അഭിമാനത്തോടെ പറയാം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ശത്രു ഒടുങ്ങാപ്പകയോടെ നമ്മുടെ മേലുള്ള അഭിഷേകത്തെയും ശുശ്രൂഷകളെയും നമ്മുടെ നിത്യതയിലെ പ്രവേശനത്തെയും തടയുക എന്ന ലക്ഷ്യത്തിൽ പിശാച് മനുഷ്യൻ പോരാടിയപ്പോഴോ നമ്മെ ദൈവം തോൽക്കുവാനല്ല, ജയത്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ, നമ്മുടെ പിതാക്കന്മാരുടെ മേൽ ഇന്നലകളിൽ കൈമാറിയ വാഗ്ദത്തങ്ങളെ ഒരു ശക്തിക്കും ഒരിടത്തും നശിപ്പിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോട് അതിനെ തികയ്ക്കുമെന്ന ദൈവത്തിൻ്റെ വചനത്തെ ഇന്ന് രാത്രി നമുക്ക് മുറുകെ പിടിക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ അവർ അക്കരയെത്തി ഗന്നസരേത്തു ദേശത്തു ചെന്നു. അവിടുത്തെ ജനങ്ങൾ യേശു ആരെന്നറിഞ്ഞു ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ചു. ദീനക്കാരൊക്കെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരുവാനിടയായി തീർന്നു. ഗന്നസരേത്തുകാരുടെ പ്രത്യേകത, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ആരെന്ന വെളിപ്പാട് അവരുടെ ഉള്ളത്തിലുണ്ടാകുവാനിടയായി. ഈ 61ാമത് ജനറൽ കൺവെൻഷനിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ അറിയാനും ആരാധിപ്പാനും അവസരം കിട്ടിയ സിയോൺ അസംബ്ലിയിലെ ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ അറിയുക മാത്രമല്ല, ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവാൻ കൃപ ലഭിച്ച ദൈവസഭയെ ഓർത്ത്, സമൂഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗന്നസരേത്തുകാർ അറിഞ്ഞ യേശുവിനെ വിശ്വസിച്ചു. അവർ ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ചു. ദീനക്കാരൊക്കെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനിടയെ തീർന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തെ ആമേൻ നമുക്ക് ഉയർത്താം. തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ, മലമേലിരിക്കുന്ന പട്ടണം പോലെ ദൈവസഭ ഉയരും, ആമേൻ വളരും, വിശാലമാകും. വാഗ്ദത്തങ്ങൾ നിവർത്തിപഥത്തിൽ വരുവാനിടയായി തീരും. ഒരു നൂറ്റാണ്ടായി നമ്മുടെ പിതാക്കന്മാരുടെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ആമേൻ നിലയ്ക്കാത്ത കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ ഈ 3 ദിവസങ്ങളിലും വീശിയടിക്കുന്ന കാറ്റ് പോലെ, പാഞ്ഞൊഴുകുന്ന നദിയിലെ വെള്ളം പോലെ ശാലേംപുരിയുടെ ഗ്രൗണ്ടിൽ വെളിപ്പെടട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവിധത്തിലുള്ള നന്മകളോ ദൈവം നമുക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ കീഴിൽ നമുക്കായിരിക്കാം. തുടർന്ന് നമ്മുടെ പ്രസിഡന്റ് ചില വാക്കുകൾ സംസാരിച്ച് ഔദ്യോഗികമായിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും.